സോ വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം ഞാനിപ്പോ കൊല്ലം കരിക്കോട് ഹമ്മ ഫിറ്റ്നസ്സിൽ ഏകദേശം ഒരു വർഷമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാണ്. ലൈക്ക് ഞാൻ പഠിക്കുന്ന TKM-ലാ. സോ ഇന്ന് എന്റെ ലാസ്റ്റ് സെഷൻ ആണ് ഇവിടെ. കാരണം ഞങ്ങളുടെ ലാസ്റ്റ് സെഷൻ ആണ്. അത് ഞങ്ങൾ ഒരുമിച്ചുള്ള ലാസ്റ്റ് സെഷൻ ആണ്. കാരണം ഞങ്ങൾ കോളേജിൽ നിന്ന് പോവാ. ഞങ്ങൾ ഫൈനൽ ഇയർ കഴിഞ്ഞു. ആൻഡ് ദിസ് ജിം ആക്ച്വലി ഹാസ് എ ബിഗ് പ്ലേസ് ഇൻ മൈ ഹേർട്ട്. കാരണം ഞാൻ ഇവിടെ വെച്ച് തന്നെ കുറെ പിയാസ് അടിച്ചിട്ടുള്ള, ലൈക്ക് അതെനിക്കൊരു മെമ്മറബിൾ ഡേയ്സ് ആണ് കുറെയൊക്കെ എല്ലാം. ആൻഡ് ദിസ് ജിം ഹാസ് ആക്ച്വലി റിയലി ഗുഡ് ഫെസിലിറ്റീസ്. എനിക്ക് അതുകൊണ്ട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു ജിമ്മാണ്. എനിക്ക് എന്ത് കൂടെ പറയണമെന്ന് അറിയത്തില്ല. ആൻഡ് ദിസ് ഇസ് മൈ ജിം ബ്രോ. ആൻഡ് ആക്ച്വലി മൈ എന്താ പറയുക റൂംമേറ്റ് ഫോർ 4 years. So let's move on to the workouts then. ഇന്ന് നമ്മൾ 3 കോമ്പൗണ്ട് മൂവ്മെന്റ്സ് ചെയ്യും. ഡെഡ് ലിഫ്റ്റ്, സ്ക്വാട്ട്, ബെഞ്ച്. അതും ഇവിടെ വെച്ച് ഡീലോഡ് വീക്ക് ആണ്. സോ ലോ വെയ്റ്റ്സ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. So let's go. സോ ഇത് നമ്മുടെ ലാസ്റ്റ് ഡെഡ് ലിഫ്റ്റ് സെറ്റ് ആണ്. 140 kgs. ഇത് നമ്മുടെ ഡീലോഡ് വീക്ക് ആണ്. കാരണം കഴിഞ്ഞ ആഴ്ച ഭയങ്കര ഹെവി ആയിരുന്നു. സോ ദിസ് വീക്ക് ഇസ് എ ഡീലോഡ് വീക്ക്. സോ എല്ലാ കോമൺ ലിഫ്റ്റ്സും നമ്മൾ ലൈറ്റ് ആയിട്ട് അടിക്കാൻ പോകുന്നത്. നമ്മൾ 2 അടിക്കും. സോ ലെറ്റ്സ് സീ. Let's go. Let's go. Let's go. Let's go. Yeah. Let's go. So അടുത്ത നമ്മുടെ ബെഞ്ച് സെഷൻ. Let's go. 85 kgs പോസ്റ്റ്. നമുക്ക് ലാസ്റ്റ് സെറ്റ് ആണ് ചെയ്യാം. ജേക്കബ് ഫസ്റ്റ്. Let's go. One, two, let's go. 3. സോ നമ്മുടെ സ്ക്വാട്സിന്റെ ഫൈനൽ സെറ്റ് 100 kgs വരെ ചെയ്യാം. ടെമ്പോ സ്ക്വാട്സ് ആയിരിക്കും. ആദ്യം ജേക്കബ് ചെയ്യട്ടെ. ഞാനിപ്പോഴും നീ സ്ട്രാപ്സ് കിട്ടുന്നേ ഉള്ളൂ. ഞാൻ എന്റെ നീ സ്ലീവ്സ് എടുക്കാമെന്ന് മറന്നുപോയി. എന്ത് പറഞ്ഞാലും ഞാൻ ലെഗ്സ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതേ സാധനം വെച്ചാ ചെയ്യുന്നത്. ഇതിപ്പം ഹിന്ദി സമയത്ത് നമുക്ക് ഇതേ സാധനം വെച്ച് തന്നെ ചെയ്യാം. അവന്റെ ടെമ്പോ Hold ശരിയല്ല. Go. പാൻറ് കിരിയെന്ന് തോന്നുന്നു. ഇല്ല. 2. സോ അങ്ങനെ നമ്മുടെ ഫൈനൽ സെഷൻ ഹമ്മറിലെ കഴിഞ്ഞിരിക്കുന്നു. നമ്മള് സ്ക്വാട്ടും ബെഞ്ചും ഡെഡ് ലിഫ്റ്റും ചെയ്തല്ലേ. ലൈക്ക് അത് നല്ല എഫക്റ്റ് ആണ്. ലൈക്ക് ലിറ്ററലി ഞാൻ പറയാം, ഇറ്റ്സ് നോട്ട്, ഞാൻ അഗെയിൻ ഒന്നുകൂടെ പറയാം, ദിസ് ഇസ് നോട്ട് എ പ്രൊമോഷണൽ വീഡിയോ, ബട്ട് കരിക്കോട് ഏരിയയിൽ അടുത്താണെങ്കിൽ ദിസ് ഇസ് ആക്ച്വലി റിയലി ഗുഡ് ജിം. ലൈക്ക് പ്രോബബ്ലി ബിക്കോസ് ഇവിടുത്തെ എക്യുപ്മെന്റ്സ് ആക്ച്വലി റിയലി ഗുഡ്. ലൈക്ക് സാധാരണ നമ്മൾ ഇവിടെ ഈ ഒരു എമൗണ്ടിൽ കിട്ടുന്ന ജിം ഞങ്ങളുടെ ഇതിലൊന്നും ഇങ്ങനത്തെ ഒരു ജിം കിട്ടില്ല. ആക്ച്വലി എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഇവിടുന്ന് പോകുന്നതിന്. ഞാൻ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഐ വിൽ ഷുവർലി വിസിറ്റ് ദിസ് പ്ലേസ് ആൻഡ് വർക്ക്ഔട്ട്. ഞാനും വിനയം വിളിക്കും. അതൊക്കെ അത്രേ ഉള്ളൂ. നൊസ്റ്റാൾജിയ എന്ന് പറയാം. കുറെ മെമ്മറീസ് ഉണ്ട് ഇവിടെ. ഇവിടെ വെച്ച് നമ്മൾ സത്യം പറഞ്ഞ 4 വർഷം കുറെ കാര്യങ്ങൾ എനിക്ക് ജീവിതത്തിൽ പഠിച്ചു. ലൈക്ക് ഫിസിക്കലി ആയാലും മെന്റലി ആയാലും എന്നെ ഇവിടെ ഷേപ്പ് ചെയ്തെടുത്ത മീൻസ് ജിം എന്നെ മെന്റലിയും ഫിസിക്കലിയും കുറെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈക്ക് ലിറ്ററൽ ഷേപ്പ്. അതില് ഈ ജിം ആക്ച്വലി പ്ലേസ് എ ബിഗ് റോൾ. ആൻഡ് അല്ലടാ, നമ്മള് ഹാർഡ്വുഡ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? എന്റെ ക്ലാസ്സിലെ പിള്ളേര്, പണ്ടത്തെ ഹോസ്റ്റലിലെ പിള്ളേര്, കുറെ പേര്, ലിറ്ററലി എത്ര 10 പേരെങ്കിലും ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ലൈക്ക് അത്രയ്ക്കും അതൊക്കെ ഒരു ഫൺ സെഷൻ ആയിരുന്നു. സോ നമുക്ക് അടുത്ത ഇനി എന്ന് കാണുമെന്ന് അറിയത്തില്ല, പക്ഷെ അന്ന് നമ്മൾ ഇവിടെ വരുമ്പം 5 plates ഡെഡ് ലിഫ്റ്റ് ചെയ്തിരിക്കും.
അല്ലടാ അഫ്കോഴ്സ് 5 പ്ലേറ്റ് ഡെഡ് ലിഫ്റ്റ് ചെയ്തിരിക്കും. 345 P സീരീസിലെ 5 പ്ലേറ്റ് ഡെഡ് ലിഫ്റ്റ് ഞാൻ ചെയ്തിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ ഏതെങ്കിലും ഗുദാമിലായിരിക്കും, അത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും കാണുമായിരിക്കും. അതെന്തായാലും ഞാൻ ചെയ്യും. ഓക്കെ, സോ അടുത്ത് ഒരു ഫോം കറക്ഷൻ സീരീസ് ആയിരിക്കും നെക്സ്റ്റ് കാണാൻ പോകുന്നത്. അതുവരെ പീസ് ഔട്ട് ഗൈസ്. See ya. See ya.